27,826 ചതുരശ്ര കിലോമീറ്റർ. 3 കോടിയിലധികം ജനങ്ങൾക്ക് സന്തുലിത നഗരവളർച്ച, സാമ്പത്തിക വികസനം, സാമൂഹ്യക്ഷേമം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, ഗതാഗതം, പ്രാദേശിക സംരക്ഷണം എന്നീ 7 തന്ത്രപ്രധാന മേഖലകളിൽ വളർച്ച. യോഗിയുടെ ഉത്തർപ്രദേശ്, വികസിത ഉത്തർപ്രദേശ്. Warrior shirts and Maurya Vastra ethnic collections. Warrior, for the warriors of life. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന യോഗാസന ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ ആരംഭിച്ചു. തൃശൂർ മഴുവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാർ സ്കൂളിൽ നടന്ന പരിപാടി ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതന് കീഴിലുള്ള സംസ്ഥാനത്തെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് 400-ലധികം കുട്ടികളാണ് സംസ്ഥാന യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. രാവിലെ ആരംഭിച്ച പരിപാടി ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആർ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യോഗാശാസ്ത്രം മനുഷ്യജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും പരിഗണിക്കുന്നു. ഒരു വ്യക്തിയെ പരിഗണിക്കുമ്പോൾ യോഗ ശരീരത്തെയും മനസ്സിനെയും ഒരേപോലെ സ്വാധീനിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. യോഗ കർമ്മസു കൗശലം എന്ന് പറയുന്നത് യോഗയിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. നിങ്ങൾ യോഗ ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ ഒരു യോഗ ചെയ്യുന്ന ആളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾ അതൊരു യോഗ ചെയ്യുന്ന ഒരാളെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാവാൻ സാധിക്കണം. നിങ്ങളുടെ പ്രസംഗം കൊണ്ടല്ല. നിങ്ങൾ യോഗ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു യോഗയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾ നമ്മുടെ ജീവിത ആചരണത്തിലൂടെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കണം. കണ്ടോ, അയാൾ യോഗ പരിശീലിക്കുന്ന ആളാണ്, അതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ യോഗ പരിശീലിക്കുന്നു, നമ്മളെല്ലാം അലസമായി മടിയോടുകൂടി ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ യോഗ ചെയ്യുന്ന ആളുകൾ ആരായാലും, പ്രത്യേകിച്ച് യോഗ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നമുക്ക് മാതൃകയാവാൻ സാധിക്കണം. അത് ഒരു യോഗ പരിശീലിക്കുന്ന ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മളെ കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാവിഹാർ സ്കൂൾ മാനേജർ എൻ ഹരീന്ദ്രൻ മാസ്റ്റർ, സംസ്ഥാന യോഗാ സംയോജകൻ മുരളി, തൃശൂർ ജില്ലാ യോഗാ സംയോജകൻ ബേബി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, തൃശൂർ. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിൽ. കോഴിക്കോട് കുന്തമംഗലം സ്വദേശി പി കെ ബുജൈറാണ് അറസ്റ്റിലായത്. വാഹന പരിശോധനയ്ക്കിടെ ഇയാൾ പോലീസിനെയും ആക്രമിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിന് നേതൃത്വം നൽകിയിരുന്ന യൂത്ത് ലീഗ് നേതാവായിരുന്ന പി കെ ഫിറോസിന്റെ സഹോദരനാണ് ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. ഇന്നലെ കോഴിക്കോട് കുന്നമംഗലത്ത് വച്ച് വാഹനം പരിശോധിക്കുമ്പോഴാണ് ബുജൈറിനെ പിടികൂടിയത്. ഇയാളിൽ നിന്നും കഞ്ചാവ് പൊതിയാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സിഗരറ്റ് അടക്കമുള്ളവയും പിടിച്ചെടുത്തു. വൻ ലഹരി വിതരണ ശൃംഖലയുടെ കണ്ണികൂടിയാണ് പി കെ ബുജൈർ. ലഹരി കേസിൽ അറസ്റ്റിലായ റിയാസ് എന്ന വ്യക്തിയെ ചോദ്യം ചെയ്തതോടെയാണ് ബുജൈറിന്റെ ലഹരി സംഘവുമായുള്ള പങ്കും പോലീസിന് വ്യക്തമാകുന്നത്. പരിശോധനയിൽ ബുജൈറിൽ നിന്നും ലഹരി പിടിച്ചെടുത്തിട്ടില്ലെങ്കിലും ലഹരി സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെന്ന പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. റിയാസുമായുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും പോലീസ് ശേഖരിച്ചു. വാഹന പരിശോധനയ്ക്കിടെ സിവിൽ പോലീസ് ഓഫീസർ അജീഷിനെ ബുജൈർ ആക്രമിച്ചിരുന്നു. മുഖത്ത് അടിക്കുകയും തള്ളി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. നിലവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ബുജൈറിനെതിരെ പോലീസ് കേസെടുത്തത്. ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തതിനാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ കൂടുതൽ വകുപ്പുകളും ചുമത്തും. സഹോദരന്റെ ലഹരി ഇടപാടിൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി കൂടിയായ പി കെ ഫിറോസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ജനം, കോഴിക്കോട്. കോഴിക്കോട് CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ കോടികളുടെ തട്ടിപ്പ്. നെല്ലിക്കോട് വനിതാ സഹകരണ സംഘത്തിൽ 2 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നതായി അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. ജീവനക്കാരുടെ മേൽ കുറ്റം ചുമത്തി ഭരണസമിതി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതായും വിമർശനമുണ്ട്.
ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തവർക്ക് വ്യാജ ബോണ്ട് നൽകിയും പണയം വെച്ചവരുടെ സ്വർണം ലോക്കറിൽ നിന്നും എടുത്തുമാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. 1 കോടി രൂപ നിക്ഷേപിച്ചിരുന്ന നിതിൻ രാജ്, 4.5 ലക്ഷം നിക്ഷേപിച്ച ദിൽജു എന്നിവർക്കാണ് പണം നഷ്ടമായത്. പരാതിയിൽ അന്വേഷണം നടത്തിയ താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ പരിശോധനയിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ പേർക്ക് പണവും സ്വർണവും നഷ്ടപ്പെട്ടതായാണ് വിലയിരുത്തൽ. പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ ഓഫീസർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാപനത്തിലെ ക്ലർക്കായിരുന്ന അനുരാജിനെ ജൂൺ 30-ന് ഹോട്ടലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ക്രമക്കേട് അനുരാജിൽ കെട്ടിവെക്കാനുള്ള ഭരണസമിതിയുടെ നീക്കമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന ആരോപണം ഉയർന്നിരുന്നു. സെക്രട്ടറിയുടെ മേൽ കുറ്റം ചാർത്തി രക്ഷപ്പെടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന വിമർശനം CPM പ്രവർത്തകർ ഉന്നയിച്ചു കഴിഞ്ഞു. സഹകരണ സംഘം പ്രസിഡന്റ് ധന്യയുടെ ഭർത്താവ് ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് കോടികളുടെ വെട്ടിപ്പ് നടന്നതെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നുമാണ് ആവശ്യം. പാർട്ടി പ്രവർത്തകർ തന്നെ പ്രതിഷേധവുമായി രംഗത്തു വന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിലായി കഴിഞ്ഞു CPM നേതൃത്വം. ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. ഇടുക്കിയിൽ വീട്ടമ്മമാരുടെ രേഖകൾ തട്ടിയെടുത്ത് വായ്പയെടുത്തതായി പരാതി. ചേലച്ചു സ്വദേശികളായ 2 വീട്ടമ്മമാർ ജപ്തിയുടെ വക്കിലാണ്. JLG ഗ്രൂപ്പിന്റെ പേരിലെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ഇവർക്ക് ജപ്തി നോട്ടീസ് ലഭിച്ചത്. മറ്റൊരാളാണ് 4 ലക്ഷം രൂപ വായ്പയെടുത്ത് വിനിയോഗിച്ചതെന്നാണ് ഇരുവരും പറയുന്നത്. ചേലച്ചുവട് സ്വദേശിയായ സിൽവി എന്നയാൾ ജില്ലാ ബാങ്കിൽ നിന്നും JLG ഗ്രൂപ്പ് വഴി വായ്പയെടുത്ത് നൽകാമെന്നറിയിച്ചാണ് അനിതയെയും കുഞ്ഞമ്മയെയും സമീപിച്ചത്. തുടർന്ന് മറ്റു 2 പേരെ കൂടി ചേർത്ത് JLG ഗ്രൂപ്പ് രൂപീകരിച്ചതായി ധരിപ്പിച്ച രേഖകളുണ്ടാക്കി. വായ്പയെടുക്കാൻ ആവശ്യമായ രേഖകൾ കുഞ്ഞമ്മയിൽ നിന്നും അനിതയിൽ നിന്നും കൈക്കലാക്കി. ജില്ലാ ബാങ്കിൽ നിന്നും വായ്പയെടുത്തെങ്കിലും തുക മറ്റാർക്കും ഇവർ നൽകിയില്ല. പണം ലഭിച്ചില്ലെന്നും കാനറ ബാങ്കിൽ നിന്നും മറ്റൊരു ലോണിന് ശ്രമിക്കാമെന്നും പറഞ്ഞ് കഞ്ഞിക്കുഴിയിൽ വെച്ച് ഇതിനാവശ്യമായ രേഖകളിൽ ഇരുവരെയും കൊണ്ടും ഒപ്പിടിച്ചു. പിന്നീട് പണത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ലഭിച്ചില്ല എന്ന മറുപടിയാണ് സിൽവിയിൽ നിന്നുമുണ്ടായത്. തുടർന്ന് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ജപ്തി നോട്ടീസ് എത്തിയപ്പോഴാണ് ചതിയിൽപ്പെട്ട വിവരം ഇരുവരും അറിഞ്ഞത്. 2018 നവംബറില് ഇവര് കാനറ ബാങ്കിൽ നിന്ന് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് കബളിപ്പിച്ച് ലോൺ എടുപ്പിച്ചു. അപ്പൊ ലോൺ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ പൈസയുടെ ജപ്തി നോട്ടീസ് ഞങ്ങൾക്ക് 4 വർഷം കഴിഞ്ഞപ്പം കഞ്ഞിക്കുഴി വില്ലേജിലാണ് വരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ കോടതി മുഖാന്തരം കേസാക്കിയത്. തട്ടിപ്പിനിരയായ അനിത ചെറുതോണിയിൽ ചെറിയ കട നടത്തിയാണ് ഉപജീവനം നടത്തുന്നത്. കുഞ്ഞമ്മയാകട്ടെ ചേലച്ചുവട്ടിൽ കംഫർട്ട് സ്റ്റേഷൻ വാടകയ്ക്കെടുത്തും കുടുംബം പുലർത്തുന്നു. വലിയ തുക തിരിച്ചടയ്ക്കാൻ യാതൊരു മാർഗവുമില്ല എന്നാണ് ഇരുവരും പറയുന്നത്. ജപ്തി ഞങ്ങൾക്ക് ജപ്തി ചെയ്യാൻ ഇതിലൊന്നുമില്ല. ഇത് വാടകയ്ക്ക് കിട്ടിയേക്കുന്ന ഒരു വീടാണ്. ഇത് വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ല. വാടക അവർ ചോദിച്ചിട്ടില്ല. കാരണം ഇത് മൊത്തം നനയുന്നതായോണ്ട് ബാക്കിലേക്കും വഴിയോരത്തുനിന്ന് ഫ്ലക്സ് പറിച്ചിക്കൊണ്ട് വന്നിട്ട് കെട്ടിവെച്ചേക്കുക. അങ്ങനെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ അങ്ങനെ ഇത് ഇവരടയ്ക്കണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ ബാങ്കിന് തന്നെ പോയി ആത്മഹത്യ ചെയ്യുള്ളൂ. അല്ലാതെ എനിക്ക് ഒരു മാർഗവും ഇല്ല. ഭർത്താവ് അറ്റാക്ക് കാരണം കിട്ടാത്ത വായ്പയ്ക്ക് ജപ്തി നോട്ടീസ് ലഭിച്ചതോടെ സിൽവിയെ സമീപിച്ചെങ്കിലും കൃത്യമായ മറുപടി നൽകാൻ ഇവർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ഇവർ പറയുന്നു. തട്ടിപ്പിനിരയായ വീട്ടമ്മമാർ സംഭവത്തിൽ DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജനം, ഇടുക്കി. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ അലൈൻമെന്റ് പുനഃപരിശോധിക്കുന്നു. കേരളം നൽകിയ അലൈൻമെന്റ് പ്രകാരം വലിയ തോതിൽ കുന്നുകൾ ഇടിക്കേണ്ടി വരുമെന്ന് കേന്ദ്രം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാനം തയ്യാറാക്കിയ സാധ്യതാ പഠന റിപ്പോർട്ട് അനുസരിച്ചായിരുന്നു ആദ്യം അലൈൻമെന്റ് നിശ്ചയിച്ചത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഇപ്പോൾ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ അലൈൻമെന്റ് ആണ് പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? കേരള സർക്കാർ കിറ്റ്കെ ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഫീസിബിലിറ്റി റിപ്പോർട്ടിൻ്റെയും സാങ്കേതിക അലൈൻമെൻറ്റിൻ്റെയും ഭാഗമായിട്ടുള്ള സാങ്കേതിക അലൈൻമെൻറ്റും നൽകിയിരുന്നു. ഈ അലൈൻമെൻറ്റാണ് പരിഷ്കരിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരമൊരു വലിയ പദ്ധതി വരുമ്പോൾ അതിൽ കൃത്യമായ രീതിയിൽ ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിക്കുമ്പോൾ കാര്യക്ഷമമായ ഒരു പഠനം, ഒരു പരിസ്ഥിതിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നടന്നില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയാണ്
ഈ അലൈൻമെൻറ്റിൽ അതിലൊരു റിവ്യൂ നടത്തുന്നതായി ഇപ്പോൾ പാർലമെൻറ്റിനെ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇത്തരത്തിൽ പാർലമെൻറ്റിൽ ഇക്കാര്യം നിതിൻ ഗഡ്കരി വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒട്ടനവധി കുന്നുകൾ ഈ നിലവിലുള്ള അലൈൻമെൻറ്റിൻ്റെ ഭാഗമായി ഇടിച്ചു നിരത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത്തരം ആ കുന്നുകളുടെയൊക്കെ നാശത്തിന് കാരണമാകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അലൈൻമെൻറ്റ് ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിലൊരു റിവ്യൂ നടത്തുന്നത് എന്നുള്ളതാണ് പാർലമെൻറ്റിൽ അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി ഇപ്പോൾ നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നത്. കാരണം കുന്നിടുക്കൽ അത് പരമാവധി ഒഴിവാക്കിയില്ലെങ്കിൽ അത് പ്രകൃതിക്കുണ്ടാക്കുന്ന വലിയ നാശനഷ്ടങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ കൂടുതൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്നുള്ളൊരു ആലോചന കൂടി ഇപ്പോഴത്തെ ഈ തീരുമാനത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ഈ വിശദമായ DPR ഒക്കെ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. അതോടൊപ്പം സംസ്ഥാന സർക്കാർ വിശദമായ പഠനവും നടത്തിയിട്ടാണ് സാധ്യതാ പഠന റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചത്. അപ്പോൾ അത്തരം പഠനത്തിലും ആ അലൈൻമെൻറ്റിലുമാണ് ഇപ്പോൾ ഒരു പ്രശ്നം കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിൻ്റെ പ്രവർത്തനങ്ങൾ അത് തുടരണമെങ്കിൽ ഈ പറയുന്ന അലൈൻമെൻറ്റിൽ മാറ്റം വന്നതിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ദേവിക. ശരി പ്രജിത്ത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇന്ന് 7 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്, അതിശക്ത മഴ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 7 ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമുണ്ട്. അത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട്. അതായത് സംസ്ഥാനത്ത് ഇന്ന് മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത് ഇന്നത്തെ ദിവസം തെക്കൻ കേരളത്തിലാണ്. നാളെയും ഈ സമാനമായ രീതിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകൾ, അതായത് തിരുവനന്തപുരം, കൊല്ലം ഒഴികെ ഉള്ള ജില്ലകൾക്കും, അതായത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ വരെയുള്ള ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും, അതായത് അടുത്ത 4 ദിവസം ശക്തമായ മഴ സംസ്ഥാനത്ത് പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേരത്തെ നൽകുന്നത് പോലെ തന്നെ ജാഗ്രത കൈവിടിയാൻ പാടില്ല. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതോടൊപ്പം മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും എല്ലാം താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. ഉരുൾപൊട്ടൽ മേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം എന്നതടക്കമുള്ള നിർദ്ദേശവും നൽകുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് മഴ കനക്കും എന്ന് തന്നെയാണ്. പ്രധാനമായും തെക്കൻ കേരളത്തിലാണ് ഇന്നത്തെ അലർട്ട് നൽകിയിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട്, അതിശക്ത മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. ദേവിക. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്ത്. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ കടമെടുപ്പിന് ഒരുങ്ങുകയാണ് കേരള സർക്കാർ. ഓഗസ്റ്റ് 5-ന് 1000 കോടിക്കായുള്ള കടപ്പത്ര ലേലം നടക്കും. ജൂലൈ 29-ന് 2000 കോടി കടമെടുത്തതിന് തൊട്ടു പിന്നാലെയാണിത്. ശമ്പള പെൻഷൻ വിതരണം പ്രതിസന്ധിയിലാക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പുതിയ കടമെടുപ്പ്. ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 18,000 കോടിയായി മാറും. ജനം ബ്രേക്കിംഗ്. ജൂലൈ 29-ന് 2000 കോടി കടമെടുത്തതിന് പിന്നാലെയാണ് ഓഗസ്റ്റ് 5-ന് 1000 കോടി കൂടി സർക്കാർ കടമെടുക്കുന്നത്. ശമ്പളവും പെൻഷനും നൽകാൻ ആവശ്യത്തിന് പണമില്ലാത്ത സാഹചര്യത്തിലാണ് പുതിയ കടമെടുപ്പ്. കടപ്പത്ര ലേലം ചൊവ്വാഴ്ച മുംബൈ ഫോർട്ടിലുള്ള റിസർവ് ബാങ്ക് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ നടക്കും. ഓഗസ്റ്റ് മാസത്തിൽ ശമ്പളവും പെൻഷനും തടസ്സമില്ലാതെ നൽകാൻ ലക്ഷ്യമിട്ടായിരുന്നു ജൂലൈ 29-ന് സർക്കാർ 2000 കോടി കടമെടുത്തത്. ഇതും സർക്കാരിന്റെ തനത് വരുമാനവും കൂടി ചേർന്നാലും പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോഴാണ് വീണ്ടും കടമെടുക്കാനുള്ള തീരുമാനം. ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 18,000 കോടിയായി ഉയരും. കടമെടുത്ത് കൂട്ടുമ്പോഴും ഓണക്കാലത്തെ വലിയ ചെലവിനുള്ള തുക എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് ധനവകുപ്പിലെ ഉന്നതർ. 12,000 കോടിയെങ്കിലും കൂടുതലായി കണ്ടെത്താതെ സെപ്റ്റംബർ കടക്കാൻ സർക്കാരിന് കഴിയില്ല. ഇനി ഡിസംബർ വരെ പൊതുവിപണിയിൽ നിന്നും കടമെടുക്കാൻ കഴിയുന്നത് 11,529 കോടി മാത്രമാണെന്നതും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. നികുതിയും ലോട്ടറിയും മദ്യവും അടക്കമുള്ള ഇതര വരുമാന മാർഗങ്ങൾ പ്രതിസന്ധി പരിഹരിക്കാൻ മാത്രമുള്ള പണം ട്രഷറിയിൽ എത്തിക്കില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഫലത്തിൽ ശമ്പളവും പെൻഷനും ക്ഷേമ പെൻഷനും ഒക്കെ മുടങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് സംസ്ഥാനം പോകുന്നതെന്ന് സാരം. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ഇടവേള.
കേരളം സമ്മാനിച്ചത് നല്ല ഓർമ്മകളാണെന്നും എല്ലാ കാലവും കേരളത്തിനോടും മലയാളക്കരയോടും സ്നേഹം മാത്രമാണുള്ളതെന്നും മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാലയിലെ VC പ്രശ്നത്തിൽ ഇനി പ്രതികരിക്കാനില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നിയമപ്രകാരമുള്ള നടപടികൾ തുടരട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. We stopped just to say hello to you and to give you my best wishes. Very much. I have gone from Kerala, but Kerala will never go away from me. Yes, and I will come again. It will not be proper for me to make any comment. I only wish that we all respect law. No, tomorrow I'll go away. Yeah, thank you very much and all my best wishes to all of you. കണ്ണൂരിലെ ജനകീയ ഡോക്ടർ AK രൈരു ഗോപാൽ അന്തരിച്ചു. അരനൂറ്റാണ്ട് നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ രോഗികളിൽ നിന്ന് 2 രൂപ മാത്രം ഫീസ് വാങ്ങിയായിരുന്നു ഡോക്ടറുടെ സേവനം. അതോടൊപ്പം നിരവധി പേർക്ക് ചികിത്സാ സഹായവും നൽകിയിട്ടുണ്ട്. അനേകായിരങ്ങൾക്ക് ആശ്രയമായിരുന്ന കണ്ണൂർ നഗരത്തിലെ അദ്ദേഹത്തിന്റെ ക്ലിനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 2024 മെയ് മാസത്തിൽ ചികിത്സ നിർത്തിയിരുന്നു. ഇത് വ്യക്തമാക്കി വീടിന് മുന്നിൽ ഒരു ബോർഡും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് പയ്യാമ്പലത്ത് ഡോക്ടറുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. പുലിപ്പേടി വിട്ടൊഴിയാതെ മലക്കപ്പാറ വീരൻകൂടി പ്രദേശം. ഊരിൽ കഴിഞ്ഞ രാത്രിയിലും പുലിയെത്തി. ഉന്നതിയിലെ കുടിലുകൾക്കുള്ളിൽ പുലി കയറിയതായി വനം വകുപ്പ് സ്ഥിരീകരിച്ചു. ഉന്നതിയിലെ ആളുകളെ മലക്കപ്പാറയിലെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റി പാർപ്പിച്ചതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. കഴിഞ്ഞ ദിവസമാണ് മലക്കപ്പാറ വീരൻകുടിയൂരിൽ 4 വയസ്സുകാരനെ പുലി ആക്രമിച്ചത്. കുടിലിനുള്ളിൽ കിടന്നുറങ്ങിയ കുട്ടിയെ പുലി ആക്രമിക്കുകയായിരുന്നു. വീടിനുള്ളിലേക്ക് വരെ പുലി എത്തിയ സാഹചര്യത്തിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. പ്രദേശത്ത് ഷീറ്റ് കെട്ടിയ കുടിലുകളാണ് അധികവും. അടച്ചുറപ്പില്ലാത്തതിനാൽ കുടിലിനകത്ത് വരെ പുലി നിഷ്പ്രയാസം എത്താം. അപകടം കണക്കിലെടുത്ത് കഴിഞ്ഞ ദിവസം ഊരു നിവാസികളെ മലക്കപ്പാറയിലെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലും ഉന്നതിയിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. പുലി കുടിലുകൾക്കുള്ളിൽ വരെ എത്തിയതായി വനമൂപ്പനും സ്ഥിരീകരിച്ചു. പ്രദേശത്തു നിന്നും പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. നിരന്തരമായി ഊരിൽ പുലി എത്തിയതോടെ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ്. പുലി വന്നതാ, ഇത് കണ്ട തപ്പേഴ് വീട്ടിലും പുലി കയറി, എല്ലാ വീട്ടിലും കയറിയിട്ടോട്ട് കഥവെല്ലാം തുറന്നു വിട്ട് എല്ലാ വീട്ടിലും പുലിയും കയറി. പോയി നോക്കിയിട്ട് എല്ലാവരും വന്ന് ഉണ്ടോ എന്താന്ന് സംഭവിക്കാന്ന് ദൈവവാക്കിയും കൊണ്ടാണ് ഞങ്ങളെ പോർഷക്കാരും ഞങ്ങളുടെ പാർട്ടിക്കാരന്മാരും വന്ന് രാത്രി കൊണ്ടുപോയത്. അല്ലെങ്കിൽ എന്തെന്നൊക്കെ സംഭവിച്ചാലെന്നും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എന്തെന്നാണ് സഹായം എവിടെ നിന്നാണ് പാർട്ടിക്കാരും നമ്മളെ പോർഷക്കാരും ചേർന്ന് ചെയ്തു തരണം. നമ്മളതാ ആവശ്യപ്പെടുന്നത്. ഇപ്പം ഭയങ്കര പേടിയായിരിക്കും. അപ്പൊ ഇപ്പൊ പോലെ ഇരിക്കാൻ നമുക്ക് പേടിയാ ഒറ്റയ്ക്ക്. ഇത് 3ാം തവണയാണ് കുടിലുകൾക്കുള്ളിൽ വരെ പുലി എത്തുന്നത്. സുരക്ഷിതമല്ലാത്ത വീടുകളിൽ നിരവധി തോട്ടം തൊഴിലാളികളാണ് താമസിക്കുന്നത്. വന്യജീവി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജനം, തൃശൂർ. റോഡുകളിലും നടപ്പാതകളിലും തടസ്സം സൃഷ്ടിച്ച് ഫ്ലെക്സ് ബോർഡുകൾ. ഹൈക്കോടതിയുടെ ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് നഗരത്തിലെമ്പാടും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അഖിലേന്ത്യാ പണിമുടക്കുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ സ്ഥാപിച്ച ബോർഡുകൾ ഇപ്പോഴും നഗരത്തിൽ അമ്പരചുംബിയായി നിലകൊള്ളുകയാണ്. ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും ഉത്തരവുകൾ ലംഘിച്ച് നഗരത്തിലെ റോഡുകളിലും നടപ്പാതകളിലും വഴി തടസ്സപ്പെടുത്തി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യാതെ കോർപ്പറേഷൻ. തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് നിരവധിയായിട്ടുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. റോഡുകളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. റോഡുകളിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കാൻ പാടില്ല എന്ന നിയമം തിരുവനന്തപുരം നഗരസഭയിലെ ജീവനക്കാർ നടപ്പിലാക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ഇടതുപക്ഷ യൂണിയൻ്റെയും CPMൻ്റെയും ഫ്ലക്സ് ബോർഡുകൾ നിരന്നിരുന്നാലും അതെടുത്തു മാറ്റാനോ അതിനെതിരെ നടപടി സ്വീകരിക്കാനോ ഇവിടെ ഇടതുപക്ഷ യൂണിയനിലുള്ള സഖാക്കളായിട്ടുള്ള ജീവനക്കാർ തയ്യാറല്ല. അതേ സമയത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് സൂചന എന്ന നിലയ്ക്കുള്ള ചെറിയൊരു ഫ്ലക്സ് ബോർഡ് ഇരുന്നാൽ പോലും മറ്റുള്ളവർക്ക് ഫൈൻ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് നയം കോടതി ഉത്തരവിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കുകയാണെങ്കിൽ ജീവനക്കാർ തുല്യമായിട്ട് നടപ്പിലാക്കുക. അതത് പോലീസ് സ്റ്റേഷനുകളിൽ കോർപ്പറേഷൻ സെക്രട്ടറി പരാതി നൽകിയതോടെ ഉത്തരവാദിത്വം കഴിഞ്ഞെന്ന നിലപാടിലാണ് അധികൃതർ. സ്റ്റാച്യു മുതൽ പുളിമൂട് വരെയും തമ്പാനൂർ മുതൽ അരിസ്റ്റോ ജംഗ്ഷൻ വരെയും കാൽനടയാത്രക്കാർക്ക് മാർഗതടസ്സം സൃഷ്ടിച്ച് ബോർഡുകളും കൊടിതോരണങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. PMG, സ്റ്റാച്യു, പബ്ലിക് ഓഫീസ്,
പാളയം, സെക്രട്ടേറിയറ്റ് മുൻവശം തുടങ്ങി നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം മാർഗതടസ്സം സൃഷ്ടിക്കുന്നു. ജംഗ്ഷനുകളിലെ ട്രാഫിക് ഐലൻഡ്, മീഡിയൻ എന്നു തുടങ്ങി കാഴ്ചയെത്തുന്ന എല്ലായിടത്തും ചെറുതും വലുതുമായ അനധികൃത ബോർഡുകളാണ്. ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ബോർഡുകൾ പോലും സംഘാടകർ നീക്കിയിട്ടില്ല. നിരവധി ഫ്ലക്സ് ബോർഡുകളാണ് റോഡിന്റെ നടപ്പാതകൾക്ക് ഇരുവശത്തായി കെട്ടിവെച്ചിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം. KCBയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി കൊല്ലം പിറവന്തൂരിലെ ജനങ്ങൾ സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന അപകടകരമായ വൈദ്യുത ലൈൻ മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടിയില്ല. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ വലിയകാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെയാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. തേവലക്കര ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയുടെ മരണം കേരള മനസാക്ഷിയാകെ ഞെട്ടിച്ചതാണ്. ഈ സാഹചര്യത്തിൽ പിറവന്തൂരിലെ വലിയകാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്തെ അപകടകരമായ വൈദ്യുത ലൈൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിച്ചിരുന്നു. തുടർന്ന് KCB ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. എന്നാൽ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ചിട്ടും പിറവന്തൂർ സെഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. ഗവൺമെന്റ് ഹൈസ്കൂളായ വലിയകാവ് സ്കൂളിലെ HM KCBക്കാരോട് പരാതി പറഞ്ഞിട്ടും ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടും ഇന്നേ ദിവസം വരെ യാതൊരു നടപടിയും ഈ KCB എടുത്തിട്ടില്ല. ഇത് KCB പിറവന്തൂർ സെക്ഷൻ പരിധിയിലെ KCBയുടെ പരിധിയിലുള്ളതാണ്. ലൈൻ പട്രോളിംഗ് അടക്കം നടത്തുന്നു എന്ന് KCB അവകാശപ്പെടുമ്പോഴും വീണ്ടും ഒരു ദാരുണ അന്ത്യം ഉണ്ടാകുന്നതുവരെ ഈ ഉത്തരവാദിത്തപ്പെട്ടവർ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് ഇത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ വീഴ്ച വളരെ ഗുരുതരമായ വീഴ്ചയാണ് KCB അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഉൾനാടൻ മലയോര മേഖലയിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ക്ലാസുകൾ നടക്കുന്ന കെട്ടിടത്തിന് മുകളിൽ 2 അടി ഉയരത്തിലാണ് അപകടകരമായ രീതിയിൽ വൈദ്യുത ലൈൻ കടന്നുപോകുന്നത്. ശുചിമുറിയോട് ചേർന്നുള്ള മരത്തിന്റെ ചില്ല വൈദ്യുത ലൈനിൽ മുട്ടി നിൽക്കുന്നു. മഴ സമയത്ത് ഈ ശുചിമുറിയാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. അപകടമുണ്ടായാൽ സമയബന്ധിതമായി ചികിത്സ നൽകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ. വഴിയുടെ ശോചനീയാവസ്ഥയും ആംബുലൻസുകളുടെ അഭാവമൊക്കെ നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണിത്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടും അനാസ്ഥ തുടരുന്ന KCB ഉദ്യോഗസ്ഥർക്കെതിരെ രക്ഷിതാക്കളും രംഗത്തെത്തിയിരിക്കുകയാണ്. ജനം, കൊല്ലം. സംസ്ഥാന ചലച്ചിത്ര നയം രൂപീകരണത്തിന്റെ ഭാഗമായുള്ള സിനിമ കോൺക്ലേവിന് ഇന്ന് സമാപനം. നിയമസഭാ സമുച്ചയത്തിലെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിലാണ് ദ്വിദിന കോൺക്ലേവ് നടക്കുന്നത്. സിനിമാ മേഖലയിൽ സമീപകാലത്തുണ്ടായ വിവാദങ്ങളടക്കം കോൺക്ലേവിൽ ചർച്ചയായി. കോൺക്ലേവിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സർക്കാർ പരിശോധിക്കും. 2 മാസത്തിനുള്ളിൽ നയരൂപീകരണം നടത്താനാണ് സർക്കാർ നീക്കം. ഒരിടവേള കൂടി. यह एक नए भारत के उस नए उत्तर प्रदेश की तस्वीर है जिसने अपने को बेमारू राज्य से अब भारत के ग्रोथ इंजन के रूप में अपने आप को प्रस्तुत किया है और विकसित भारत की संकल्पना में अपनी भूमिका के निर्वहन करने के लिए अपने आप को तैयार कर रहा है. വികസിത യുപിക്ക് വികസിത വിദ്യാഭ്യാസ കാഴ്ചകൾ. എല്ലാവർക്കും പ്രാപ്യമായ ആധുനിക വിദ്യാഭ്യാസം, സ്മാർട്ട് ക്ലാസ് മുറികൾ. ഡിജിറ്റൽ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി മാത്രം യോഗി സർക്കാർ മാറ്റിവെച്ചത് 325 കോടി രൂപ. ക്ലാസ് മുറികളിൽ ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ബോർഡുകൾ, മൾട്ടിമീഡിയ ഉള്ളടക്കം, അതിവേഗ ഇന്റർനെറ്റ്. ലക്ഷ്യങ്ങൾ ഇവയാണ്: സർക്കാർ സ്കൂളുകളെ ആധുനികവൽക്കരിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുക, സാമ്പത്തികമായി പിന്നാക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുക. നിപുൺ ഭാരത്, ഓപ്പറേഷൻ കായകൽപ്പ് മുതൽ മുഖ്യമന്ത്രി അഭ്യുദയ യോജന വരെ എത്രയെത്ര പദ്ധതികൾ. ഉദാഹരണം കണക്കുകളിലൂടെ. നഗരപ്രദേശങ്ങളിലെ സർക്കാർ സ്കൂളുകളിലെ പ്രവേശന നിരക്ക് ഉയർന്നത് 60%. ഹിന്ദിയിലും സംസ്കൃതത്തിലും വൈദഗ്ധ്യം നേടിയ സ്ഥാപനങ്ങൾക്ക് വാരാണസി പേരുകേട്ടതാണ്. ബനാറസ് ഹിന്ദു സർവകലാശാല ഉദാഹരണം. സ്വകാര്യ സ്കൂളുകളിൽ സൗജന്യ പ്രവേശനം നേടിയത് 1.25 ലക്ഷത്തിലധികം കുട്ടികൾ. യോഗി ഭരണത്തിനു കീഴിൽ യുപിയിൽ നടക്കുന്നത് വിദ്യാഭ്യാസ പരിവർത്തനം, വികസിത നാളേക്കായി. Warrior shirts and Maurya Vastra Ethnic Collections. Warrior
for the warriors of life. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ആയുധം താഴെ വയ്ക്കില്ലെന്ന് ഹമസ്. നിരായുധീകരണത്തിന് തയ്യാറെന്ന് ഹമസ് അറിയിച്ചെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് ഹമസിന്റെ പ്രതികരണം. അതിനിടെ ടണലിൽ കഴിയുന്ന മറ്റൊരു ബന്ദിയുടെ വീഡിയോ കൂടി ഹമസ് പുറത്തുവിട്ടു. ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് പ്രധാനമായും ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ഹമാസിന്റെ നിരായുധീകരണമാണ്. നേരത്തെ ഹിസ്ബുള്ളയെ നിരായുധീകരിച്ചതിന് സമാനമായി ഹമാസിനും നടപടി ബാധകമാക്കണമെന്നായിരുന്നു ആവശ്യം. വിവിധ അറേബ്യൻ രാജ്യങ്ങളും ഇക്കാര്യത്തെ പിന്തുണച്ചിരുന്നു. തുടർന്നാണ് ട്രംപിന്റെ പശ്ചിമേഷ്യയുടെ പ്രത്യേക പ്രതിനിധി ഹമാസ് സായുധ സംഘർഷം ഒഴിവാക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതായി പറഞ്ഞത്. ഇതിനുള്ള മറുപടിയായാണ് ഹമാസിന്റെ പുതിയ ഭീഷണി. പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിച്ചല്ലാതെ ആയുധം താഴെവയ്ക്കില്ലെന്ന നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒക്ടോബർ 7 പിടികൂടി ബന്ദികളാക്കിയ ഒരു ഇസ്രായേലി പൗരന്റെ ദയനീയ ദൃശ്യങ്ങളും ഹമാസ് പുറത്തുവിട്ടു. ആരോഗ്യം പൂർണ്ണമായും ക്ഷയിച്ച അപകടാവസ്ഥയിലായിരുന്നു ടണലിൽ കഴിയുന്ന ഇസ്രായേൽ പൗരൻ. ബ്രിട്ടനും ഫ്രാൻസും കാനഡയും പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന നിലപാട് അറിയിച്ചിരുന്നു. കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനായി ആവശ്യപ്പെട്ടതും ഹമാസിന്റെ നിരായുധീകരണമാണ്. അത്തരം നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുന്ന നിലപാടാണ് ഹമാസ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ബന്ദികളുടെ മോചനം സാധ്യമാക്കുന്നതിനും ഹമാസിനെ നിരായുധീകരിക്കുന്നതിനും ഇസ്രായേൽ സൈനിക നടപടികൾ പുനരാരംഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. റഷ്യയുടെ എണ്ണ ശുദ്ധീകരണശാലകൾ ലക്ഷ്യമിട്ട് യുക്രൈൻ. കഴിഞ്ഞ ദിവസമുണ്ടായ മിസൈൽ ആക്രമണത്തിൽ റിയാസാൻ എണ്ണ ശുദ്ധീകരണശാലയിൽ തീപിടുത്തമുണ്ടായി. സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും യുക്രൈൻ ആക്രമണമുണ്ടായി. ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് 3 പേർ കൊല്ലപ്പെട്ടതായും 2 പേർക്ക് പരിക്കേറ്റതുമായാണ് വിവരം. ബ്ലൂ ഒറിജിൻ ന്യൂ ഷെപ്പേർഡ് പ്രോഗ്രാമിന്റെ ഭാഗമായ NS-34 ദൗത്യത്തിൽ ഭാരതീയ വംശജനും വിനോദസഞ്ചാര സംഘത്തിനൊപ്പമുള്ള ഭാരത വംശജനായ അരവിന്ദ് സിംഗ് ബാഹലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. ഇന്ന് വൈകിട്ട് വെസ്റ്റ് ടെക്സിൽ നിന്നാണ് വിക്ഷേപണം. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ ജനിച്ച വ്യവസായിയും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകനുമാണ് അർവിന്ദർ സിംഗ് ബാഹൽ. NS-34 ദൗത്യത്തിന്റെ ഭാഗമാകാൻ വിവിധ രാജ്യത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുണ്ടെങ്കിലും നിരന്തരമായി സാഹസിക യാത്രകൾ നടത്തി വ്യത്യസ്തനാകുകയാണ് ബാഹൽ. സാഹസിക യാത്രകളെ ഇഷ്ടപ്പെടുന്നതിനാൽ ആജീവനാന്ത സാഹസികൻ എന്നാണ് ബാഹൽ സ്വയം വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുകയെന്നതാണ് ലക്ഷ്യമെന്ന് ബ്ലൂ ഒറിജിൻ വെബ്സൈറ്റിൽ പറയുന്നു. എവറസ്റ്റ് കൊടുമുടിയിൽ നിന്നും ഗിസയിലെ പിരമിഡുകൾക്ക് മുകളിൽ നിന്നും അർവിന്ദർ സിംഗ് സ്കൈ ഡൈവിംഗ് ചെയ്തിട്ടുണ്ട്. ഉത്തരധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും അദ്ദേഹം പോയിട്ടുണ്ട്. സാഹസികതയെ ഇഷ്ടപ്പെടുന്നതിനാൽ തന്നെ നിരന്തരം വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാനാണ് അർവിന്ദർ താൽപ്പര്യപ്പെടുന്നത്. ഇതിനു പുറമെ സ്വകാര്യ പൈലറ്റ് ലൈസൻസും ഹെലികോപ്റ്റർ പറത്താനുള്ള പരിശീലനവും അദ്ദേഹം നേടിയിട്ടുണ്ട്. ടെക് സംരംഭകനും ഡ്രോൺ സ്ഥാപകനുമായ ഹൈ ജസ്റ്റിൻ സൺ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 5 പേർക്കൊപ്പമാണ് അർവിന്ദർ സിംഗിന്റെ യാത്ര. അതിശയിപ്പിക്കുന്ന സബ് ഓർബിറ്റൽ സാഹസിക യാത്രയാണ് സംഘം നടത്തുന്നത്. ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പേർഡ് പ്രോഗ്രാമിന്റെ മനുഷ്യരുൾപ്പെട്ട 14ാമത്തെ ദൗത്യമാണിത്. സയൻസ് ഡെസ്ക്, ജനം. അമേരിക്കയിലെ ഖലിസ്ഥാൻ വിമർശകൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഭാരതീയനായ സുഖി ചഹാലാണ് കാലിഫോർണിയയിൽ മരിച്ചത്. സുഹൃത്തിന്റെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചത്. ഖലിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകനായിരുന്നു സുഖി ചഹാൽ. നിരവധി ഖാലിസ്ഥാൻ അനുകൂല സംഘടനകളിൽ നിന്ന് ചഹാലിന് വധഭീഷണി ഉണ്ടായിരുന്നു. പ്രശസ്ത തമിഴ് നടൻ മദൻ ബോബ് എന്നറിയപ്പെടുന്ന എസ് കൃഷ്ണമൂർത്തി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെയാണ് വിയോഗം. കെ ബാലചന്ദർ സംവിധാനം ചെയ്ത വാനമേ എല്ലേ എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. തമിഴിന് പുറമെ ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചു. ഭ്രമരം, സെല്ലുലോയിഡ് എന്നിവയാണ് മദൻ അഭിനയിച്ച മലയാള ചിത്രങ്ങൾ. ജപ്പാനിലെ ഒസാക്കയിൽ നടക്കുന്ന വേൾഡ് എക്സ്പോ 2025 ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം അറിയാനെത്തിയത് 10,000-കണക്കിന് ആളുകളാണ്. പെവിലിയൻ ഭാരതത്തിന്റെ ബഹിരാകാശ നേട്ടങ്ങളും കരകൗശല വസ്തുക്കളും 20,000-ലധികം ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ചന്ദ്രയാൻ സോൺ എന്ന പേരോടെയാണ് ഭാരതത്തിന്റെ ബഹിരാകാശ നേട്ടങ്ങളെ പ്രദർശിപ്പിച്ചത്.
ഡിസ്ട്രിക്ട് 1 പ്രോഡക്റ്റ് എന്ന സോണിൽ ജമ്മുകശ്മീരിൽ നിന്നുള്ള വാൾനട്ട് വുഡ് കൊത്തുപണി, ഒഡീഷയിൽ നിന്ന് സിൽവർ ഫിലിഗ്രി എന്നിവ പ്രദർശിപ്പിച്ചു. നേരത്തെ കഥക് ഉൾപ്പെടെയുള്ള നൃത്തങ്ങൾ കാഴ്ചക്കാരെ അതിശയിപ്പിച്ചിരുന്നു. കൊട്ടാരക്കര നീലേശ്വരത്ത് പോലീസ് ഉദ്യോഗസ്ഥന് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആനന്ദ ഹരിപ്രസാദ് ആണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. വീടിന് മുന്നിലെ മരത്തിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനുള്ളിൽ. നമസ്തേ. ആരും കൊതിച്ചു പോകും. In Royal Home Spaces, making your world a better space. Malabar Gold and Diamonds, the responsible jeweler. Rajakumari Gold and Diamonds. Amritveni Hair Elixir, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. HUID 916 വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. തേങ്ങാപ്പാൽ is now easy. Tasty Nibbles coconut milk powder and coconut milk out now. തുളസിയും മഞ്ഞളും ഉൾപ്പെടെ 20ഓളം ഔഷധ സസ്യങ്ങളുടെ ശക്തിയോടെ നിങ്ങൾക്കായി ശുദ്ധ നീലഗിരി ഹെർബൽ കഫ് സിറപ്പ്. അവരുടെ റോഡ്സ്റ്റർ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ ഒരു വാഹനം 0 നിന്ന് 40 കിലോമീറ്റർ വേഗതയിൽ വരെ എത്താൻ 2.7 സെക്കൻഡ് മതിയാകും എന്നാണ് ഒല അവകാശപ്പെടുന്നത്. ഡിജി ഡ്രൈവ് ഞായറാഴ്ച വൈകുന്നേരം 4:30. ഓണം പൂക്കളമിട്ട് ആഘോഷിക്കാം. ജനം പൂക്കള മത്സരം. തെക്ക് മുതൽ വടക്ക് വരെ 3 മേഖലകളിൽ. കൈനിറയെ വമ്പൻ സമ്മാനങ്ങൾ. ജനം പൂക്കള മത്സരം. ഇന്ന് ലോക സൗഹൃദ ദിനം. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് ലോക സൗഹൃദ ദിനമായി ആചരിക്കുന്നത്. സുഹൃത്ത് ബന്ധത്തിന്റെ ഊഷ്മളതയും സ്നേഹവുമൊക്കെ പരസ്പരം പങ്കിടാൻ ഒരു ദിവസം. സുഹൃത്തുക്കളുമായും മറ്റുള്ളവരുമായുമൊക്കെ സൗഹൃദം പങ്കിടാം. ലോക സൗഹൃദ ദിനത്തിനും ഒരു ചരിത്രമുണ്ട്. 1958 ജൂലൈ 20 പരാഗ്വേ നദിക്കരയിലുള്ള പ്യൂർട്ടോ പിനാസ്കോ എന്ന പട്ടണത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഒരു അത്താഴ വിരുന്നിനിടെ പരാഗ്വേയിലെ ഒരു ഡോക്ടറായ റമോൺ ആർട്ടിമിയോ ബ്രോച്ചയാണ് ലോക സൗഹൃദ ദിനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. പിന്നീടത് യുണൈറ്റഡ് നേഷൻ കൊതിച്ചു പോകും. In Royal Home Spaces, making your world a better space. Malabar Gold and Diamonds, the responsible jeweler. Amritveni Hair Elixir, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. തേങ്ങാപ്പാൽ is now easy. Tasty Nibbles coconut milk powder and coconut milk out now. നമസ്തേ. ന്യൂസ് അറ്റ് 2 PM സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഏരിയയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു എതിർപ്പോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ഈ 7 ജില്ല എടുത്താൽ അങ്ങനെ ഒരു എന്താ പറയുന്നത് തിരിച്ച് വ്യത്യാസത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ആൾക്കാർക്ക് അഭിമാനമേ ഉള്ളൂ. അതുപോലെ നമ്മുടെയൊക്കെ ഹോസ്പിറ്റലുകളിലേക്ക് സ്കൂളിലേക്ക്. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വേട്ടയെന്ന ആരോപണം തള്ളി ബസ്തർ ബിഷപ്പ്. BJP സർക്കാർ വിവേചനം കാണിച്ചിട്ടില്ലെന്ന മാർ ജോസഫ് കൊല്ലംപറമ്പിൽ ജനം ടിവിയോട്. സർക്കാരുമായി സഹകരിച്ചാണ് സഭയുടെ പ്രവർത്തനമെന്നും തുറന്നു പറഞ്ഞ ബസ്തർ ബിഷപ്പ്.
ഭീകരന്റെ സംസ്കാരത്തിനിടെ പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ സംഘർഷം. സംസ്കാര ചടങ്ങിൽ ലഷ്കർ കമാൻഡർ പങ്കെടുത്തതിൽ പ്രകോപിതരായി ജനക്കൂട്ടം. പാക് ഭീകരൻ താഹിർ ഹബീബ് കൊല്ലപ്പെട്ടത് ഓപ്പറേഷൻ മഹാദേവിൽ. കുൽഗാമിൽ സൈന്യത്തിന്റെ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ അഖൽ തുടരുന്നു. കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിച്ചതിൽ കേസെടുത്ത് പോലീസ്. ഓയൂർ സ്വദേശി അൻവർ ഷാക്കെതിരെ പോക്സോ കേസ്. ക്ഷേത്രത്തിൽ പോകുന്നതിനെയും കുറി തൊടുന്നതിനെതിരെയും അൻവർ ഷാ എതിർത്തുവെന്ന പെൺകുട്ടി. കൊട്ടാരക്കരയിലെ ലവ് ജിഹാദിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ജനം ടിവിയുടെ കണ്ടെത്തൽ. പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ ആരോപണങ്ങൾ പൊളിച്ചടുക്കി BJP. അരുൺ ജെയ്റ്റ്ലി 2020 ഭീഷണിപ്പെടുത്തിയെന്നത് പൊള്ളയായ വാദം. മുൻ ധനമന്ത്രി മരിച്ചത് 2019. രാഹുലിന് ചിത്തഭ്രമമെന്നും പരിഹാസം. പിതാവിനെ സ്വപ്നം കണ്ടതാകാമെന്ന റോഹൻ ജെയ്റ്റ്ലി. ഗുരുശ്രേഷ്ഠൻ MK സാനുവിന് കണ്ണീർ പ്രണാമം. സാനുമാഷിന് കേരളം വിട ചൊല്ലുന്നു. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം. സംസ്കാരം വൈകിട്ട് 4-ന് രവിപുരം ശ്മശാനത്തിൽ. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിന്റെ സഹോദരൻ ലഹരി വിൽപ്പനയ്ക്കിടെ പിടിയിൽ. PK ബുജേർ പിടിയിലായത് കുന്നമംഗലത്ത് നിന്ന്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ്. PK ഫിറോസിന് സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ വർഷം. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ആയുധം താഴെ വെക്കില്ലെന്ന് ഹമാസ്. നിരായുധീകരണം സമ്മതിച്ചുവെന്ന അമേരിക്കൻ പ്രസ്താവന തള്ളി. ബന്ദിയുടെ വീഡിയോ പുറത്തുവിട്ട ഹമാസ്. ഓവൽ ടെസ്റ്റ് ആവേശകരം. ഇംഗ്ലണ്ടിന് വിജയം 324 റൺസിന് അകലെ. മൂന്നാം ദിനം 1 വിക്കറ്റിന് 50 റൺസ്. സാക്രൌലിയെ പുറത്താക്കി മുഹമ്മദ് സിറാജ്. വിശദമായ വാർത്തകളിലേക്ക്. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വേട്ടയെന്ന ആരോപണം ഉന്നയിക്കുന്നവർക്ക് മറുപടിയുമായി ബസ്തർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലം പറമ്പിൽ. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ തങ്ങളോട് വിവേചനം കാണിച്ചിട്ടില്ലെന്നും സർക്കാർ തന്നെ വിവിധ പദ്ധതികൾ തങ്ങളെ ഏൽപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. സർക്കാരുമായി സഹകരിച്ചുകൊണ്ടാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒപ്പം ബസ്തർ മേഖലയിലെ ജനങ്ങളിൽ നിന്നും എതിർപ്പ് ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. ഈ ബസ്തർ ഏരിയയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു എതിർപ്പോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ഈ 7 ജില്ല എടുത്താൽ അങ്ങനെ ഒരു എന്താ പറയുന്നത് തിരിച്ച് വ്യത്യാസത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ആൾക്കാർക്ക് അഭിമാനമേ ഉള്ളൂ. അതുപോലെ നമ്മുടെയൊക്കെ ഹോസ്റ്റലുകളിലേക്കും സ്കൂളിലേക്കും ഒക്കെ കുട്ടികളെ വിടാനായിട്ട് നമുക്കറിയാം ആർക്കും അതിനോട് താല്പര്യമുള്ളൂ. ആ രീതിയിൽ സർവീസ് എല്ലാവരും വിലമതിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബാലഗിരി ഒരു ഉദാഹരണമാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അതുപോലെ നബാർഡ് പ്രോഗ്രാംസ് അങ്ങനെയുള്ള ഗവൺമെൻറ് നമ്മുടെ നമ്മളൊരു NGO ആയിട്ട് കണ്ട് ഏൽപ്പിച്ചത് നമ്മൾ ചെയ്തു പോകുന്നതാണ്. പൊതുവേ നമ്മളോട് അങ്ങനെ ഒരു തിരിച്ച് വ്യത്യാസമില്ല. പിന്നെ ചുരുക്കം ചില ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നതെല്ലാം മതപരിവർത്തനത്തിന് വേണ്ടിയാണോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ളതേ ഉള്ളൂ. പക്ഷേ അത് ഒരിക്കലും അതങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടും വന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ ആരോപണങ്ങൾ പൊളിച്ചടുക്കി BJP. 2020 കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമത്തിനെതിരെ പ്രതിഷേധിച്ചതിന് അന്തരിച്ച മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു രാഹുലിന്റെ പരാമർശം. 2019 മരിച്ച അരുൺ ജെയ്റ്റ്ലി എങ്ങനെയാണ് 2020 ഭീഷണിപ്പെടുത്തിയതെന്ന് BJP ചോദിച്ചു. രാഹുലിന് ചിത്തഭ്രമമെന്നും പരിഹാസം. പിതാവിനെ സ്വപ്നം കണ്ടതാകാമെന്ന് അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ റോഹൻ ജെയ്റ്റ്ലിയും പ്രതികരിച്ചു. കാർഷിക നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ട അന്തരിച്ച മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഡൽഹിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് താൻ മറുപടി നൽകിയെന്ന് പറഞ്ഞ് സദസ്സിലുണ്ടായിരുന്ന കോൺഗ്രസുകാരെ രാഹുൽ കോരിത്തെരിപ്പിച്ചു. I remember when I was fighting the farm laws. And
He's not here anymore, so really I shouldn't say it, but I will. And Arun Jaitley ji was sent to me to threaten me. And he said, you know, if you carry on down this path, opposing the government, fighting us on the farm laws, we will have to act against you. I looked at him and said, I don't think you know who you're talking to. I don't think you have an idea who you're talking to. Because we are Congress people. We're not cowards. We're not going to bend. The British couldn't bend us. The superpower couldn't bend us. Who the hell are you? 2020 ജൂണിൽ സർക്കാർ കാർഷിക നിയമങ്ങൾ ഓർഡിനൻസായി അവതരിപ്പിക്കുകയും പിന്നീട് 2020 സെപ്റ്റംബറിൽ പാർലമെന്റിൽ പാസാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് 2021 കാർഷിക പ്രക്ഷോഭം എന്ന പേരിൽ കോൺഗ്രസ് ഡൽഹിയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു. എന്നാൽ 2019 ഓഗസ്റ്റിൽ മരിച്ച അരുൺ ജെയ്റ്റ്ലി കാർഷിക നിയമത്തിന്റെ പേരിൽ എങ്ങനെ രാഹുലിനെ ഭീഷണിപ്പെടുത്തിയെന്ന ചോദ്യം അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ രോഹൻ ജെയ്റ്റ്ലി തന്നെ ഉയർത്തുന്നു. മരണപ്പെട്ടവരുടെ ആത്മാക്കളുമായി രാഹുൽ ഇത്തരത്തിൽ നിരന്തരം സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണമെന്നും മനോഹർ പരീക്കർക്കെതിരെയും സമാനമായ ആക്ഷേപം രാഹുൽ പറഞ്ഞിരുന്നതായും രോഹൻ ജെയ്റ്റ്ലി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരെങ്കിലും സമാധാനമായിരിക്കട്ടെ എന്ന് എഴുതിയാണ് രോഹൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത്. രാഹുലിന് ചിത്തഭ്രമമെന്ന് BJP നേതാക്കളും പറയുന്നു. ഒരാൾക്ക് എത്രമാത്രം നുണകൾ പറയാൻ കഴിയുമെന്ന് താൻ ചിന്തിച്ചു പോയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പരിഹസിച്ചു. ജനം, ഡൽഹി. ഓപ്പറേഷൻ മഹാദേവിനിടെ സൈന്യം വധിച്ച പാക് ഭീകരന്റെ സംസ്കാരത്തിനിടെ പാക് അധിനിവേശ കശ്മീരിൽ സംഘർഷം. ലഷ്കർ ഭീകരൻ താഹിർ അബീബിന്റെ സംസ്കാരത്തിൽ ലഷ്കർ കമാൻഡർ പങ്കെടുത്തതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ജമ്മുകശ്മീരിൽ ഭീകരവാദികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി സംയുക്ത സേനാ വിഭാഗം. ഓപ്പറേഷൻ അഖലിന്റെ ഭാഗമായി കുൽഗാം ജില്ലയിലെ അഖൽ ദേവ്സർ പ്രദേശത്ത് തുടർച്ചയായ 3-ാം ദിവസമാണ് സൈനിക നടപടികൾ പുരോഗമിക്കുന്നത്. ഓപ്പറേഷൻ അഖലിലൂടെ 1 ലഷ്കർ ഭീകരനെ വധിച്ചതായി സൈനിക വൃത്തങ്ങൾ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കൂടുതൽ ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിക്കുകയാണ്. ഇവർക്കായുള്ള തെരച്ചിലിന് ജമ്മുകശ്മീർ പോലീസിന്റെയും CRPFന്റെയും കരസേനയുടെയും നേതൃത്വത്തിലുള്ള പ്രത്യേക ഓപ്പറേഷനാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇടവേള. നിങ്ങളുടെ മക്കൾക്ക് വിവാഹാലോചന നോക്കുന്നുണ്ടോ എങ്കിൽ ഈഴവ മാട്രിമോണിൽ സെർച്ച് ചെയ്യൂ. ഈഴവ മാട്രിമോണി ഒരു മികച്ച വിശ്വാസയോഗ്യമായ പ്ലാറ്റ്ഫോമാണ്. डाउनलोड ഈഴവ मैट्रिमोनी ऐप। पिछले 8 वर्ष में 15,000 करोड़ रुपए से अधिक के निवेश को जमीनी धरातल पर उतारा है। 40,000 से अधिक नौजवानों को यहाँ पे उद्योगों में नौकरी दी है। പരിചയപ്പെടാം നിക്ഷേപ സൗഹൃദ UPA. യോഗി ഭരണകാലത്ത് ആകർഷകമായ നിക്ഷേപ കേന്ദ്രമായി ഉത്തർപ്രദേശ്. സുസ്ഥിരവും സന്തുലിതവുമായ വികസനം. നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ഇൻവെസ്റ്റ് UP. യോഗി സർക്കാർ നൽകുന്ന ഉറപ്പുകൾ. നേരിട്ടുള്ള വ്യവസായ പങ്കാളിത്തം. വേഗത്തിൽ അനുമതി. നിയമങ്ങളിൽ സുതാര്യത. കേന്ദ്ര സർക്കാരിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ 2-ാം സ്ഥാനം. മേക്ക് ഇൻ UP. ബ്രാൻഡ് UP. ഡേറ്റാ സെന്റർ ഹബ്. രാജ്യത്തിന്റെ IT ഇലക്ട്രോണിക്സ് വിപ്ലവത്തിന്റെ കേന്ദ്ര ബിന്ദു. പ്രതിരോധ വ്യവസായ ഇടനാഴിയിലൂടെ കൂടുതൽ നിക്ഷേപം. AI ലക്നൗ. വാരാണസി ലക്നൗ ടെക് ഹബ്. സെമി കണ്ടക്ടർ പവർ ഹൗസ്. നിക്ഷേപ പ്രക്രിയയിൽ വിപ്ലവ മാറ്റങ്ങൾ കൊണ്ടുവന്ന നിവേശ് മിത്ര എന്ന ഏകജാലക പോർട്ടൽ. UP വിളിക്കുകയാണ് നിക്ഷേപകരെ ഇതിലെ. ഉടയ്ക്കണ്ട, ചിരകണ്ട, പേടിയണ്ട. തേങ്ങാപ്പാൽ is now easy. Tasty Nibbles coconut milk powder and coconut milk. Order now. വീണ്ടും വാർത്തകളിലേക്ക്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ അലൈൻമെന്റ് പുനഃപരിശോധിക്കുന്നു. കേരളം നൽകിയ അലൈൻമെന്റ് പ്രകാരം വലിയ തോതിൽ കുന്നുകൾ ഇടിക്കേണ്ടി വരുമെന്ന കേന്ദ്രം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാനം തയ്യാറാക്കിയ സാധ്യതാ പഠന റിപ്പോർട്ട് അനുസരിച്ചായിരുന്നു ആദ്യം അലൈൻമെന്റ് നിശ്ചയിച്ചിരുന്നത്.
കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, എങ്ങനെയാണ് നിലവിൽ നടപടികൾ പുരോഗമിക്കുന്നത്? വിഷ്ണു, ഈ കാര്യത്തിൽ ഒരു കൃത്യമായൊരു മറുപടി പാർലമെന്റിലാണ് അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഒരു മറുപടിയായി നൽകിയിരിക്കുന്നത്. അതിലാണ് കൃത്യമായി പറയുന്നത് നിലവിലത്തെ അലൈൻമെന്റിൽ ചില പാരിസ്ഥിതിക ആഘാതം കൂടുതലാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ഒരുപാട് കുന്നുകൾ ഇടിച്ച് നീക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഈ അലൈൻമെന്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അലൈൻമെന്റ് പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിതിൻ ഗഡ്കരി നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്. ഇത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കേരള സർക്കാർ പ്രത്യേകം ഒരു കമ്പനിയൊക്കെ ഏൽപ്പിച്ച് തയ്യാറാക്കിയിട്ടുള്ള കിറ്റ്കോയെ ഏൽപ്പിച്ച് തയ്യാറാക്കിയിട്ടുള്ള അലൈൻമെന്റിലാണ് ഇത്തരമൊരു പാരിസ്ഥിതിക ആഘാത പ്രശ്നമുണ്ട് എന്നുള്ളത് കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ DPR അടക്കം തയ്യാറാക്കി പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരമൊരു പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ അലൈൻമെന്റ് പുനഃപരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ പോകുക. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്ന ആളുകൾക്ക്, സ്ഥലം വിട്ടു നൽകുന്ന ആളുകൾക്ക് ഈ പണം നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് വൈകുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ ഈ പുതിയ ഒരു മാറ്റം വരുന്നത് ഈ അലൈൻമെന്റിൽ പുനഃപരിശോധന നടക്കുന്നത് കൊണ്ട് തന്നെ പദ്ധതിയുടെ അന്തിമ അംഗീകാരം ലഭിച്ചതിന് മാത്രം, അതായത് പൂർണ്ണമായും അലൈൻമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കേന്ദ്രം അംഗീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിന് ശേഷം ഒരു കൃത്യമായ ഏജൻസികൾ അതിന് അംഗീകാരം നൽകിയതിന് ശേഷം മാത്രമായിരിക്കും ദേശീയപാത നിയമം അനുസരിച്ച് ഈ നഷ്ടപരിഹാരം ഈ പറയുന്ന സ്ഥലം വിട്ടു നൽകിയ ആളുകൾക്ക് നൽകാൻ കഴിയും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇനിയും വൈകുമെന്നുള്ളതാണ് ഈ പുനഃപരിശോധന കൊണ്ടുള്ള ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള ഈ സാധ്യതാ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ അലൈൻമെന്റിലാണ് ഇത്തരമൊരു പ്രശ്നം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായിട്ട് കൂടി വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖവുമായി കേന്ദ്രീകരിച്ച് തലസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വികസന പദ്ധതികളിൽ ഒന്നായി മാറാൻ പോകുന്ന വലിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ആ പ്രോജക്റ്റിൽ ഒരു സാധ്യതാ പഠനം നടത്തി കൃത്യതയില്ലാതെ ഇത്തരം പാരിസ്ഥിതിക ആഘാത പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കാതെയാണോ സംസ്ഥാനം ഈ പറയുന്ന രീതിയിൽ അലൈൻമെന്റ് തയ്യാറാക്കിയത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും കേരളവുമായി ചേർന്നുകൊണ്ട് തന്നെ ഈ അലൈൻമെന്റിന്റെ പുനഃപരിശോധനാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പദ്ധതിയിൽ കേന്ദ്രത്തിന് വലിയ താല്പര്യമുണ്ട്. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ അലൈൻമെന്റിലെ ഈ പ്രശ്നങ്ങൾ, നിലവിലെ രൂപരേഖയിലെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകൂ എന്നുള്ളതാണ് കേന്ദ്രം പറയുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്ന് ഒരു തരത്തിലുള്ള പിന്നോട്ട് പോകലോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും രീതിയിലും വേറൊരു തരത്തിലുള്ള കാലതാമസം സൃഷ്ടിക്കുന്നതിലേക്കോ കേന്ദ്ര സർക്കാർ താല്പര്യമില്ല. പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. പക്ഷേ ഒട്ടനവധി കുന്നുകൾ ഇടിച്ചു മാറ്റുന്നത് മൂലം ഉണ്ടാകുന്ന മേഖലയിൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതമുണ്ട്. ആ ആഘാതം ഒഴിവാക്കി അലൈൻമെന്റ് പുനഃപരിശോധിച്ച് കൃത്യമായ ഒരു അലൈൻമെന്റ് തയ്യാറാക്കിയ ശേഷം മാത്രമായിരിക്കും ഇനി ഈ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ പദ്ധതികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്തായാലും ഇതിൽ സംസ്ഥാന സർക്കാരും മറുപടി നൽകേണ്ടതുണ്ട്. കാരണം കിറ്റ്കോയടക്കം ഏൽപ്പിച്ചുകൊണ്ട് വലിയ കുട്ടിഘോഷിച്ചുകൊണ്ടാണ് ഈ അലൈൻമെന്റിന്റെ പഠനവും അതിന്റെ സാധ്യതാ പഠനവും ഒക്കെ നടത്തിയത്. അത് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ ഉയർന്നിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ കൃത്യമായ പരാതികൾക്ക് മുഖം കൊടുത്തിരുന്നില്ല, അല്ലെങ്കിൽ ചെവി കൊടുത്തിരുന്നില്ല എന്നൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഇത്തരമൊരു പ്രശ്നം ചൂണ്ടിക്കാട്ടുകയും ആ അലൈൻമെന്റ് പുനഃപരിശോധിക്കേണ്ട സാധ്യതകളിലേക്ക് അല്ലെങ്കിൽ പുനഃപരിശോധിക്കുന്നതിലേക്ക് കേന്ദ്രം പോകുന്നതും. വിഷ്ണു, ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ സഹോദരൻ ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിലായി. കോഴിക്കോട് കുന്നമംഗലം സ്വദേശി PK ബുജൈറാണ് അറസ്റ്റിലായിട്ടുള്ളത്. വാഹന പരിശോധനയ്ക്കിടെ ഇയാൾ പോലീസിനെയും ആക്രമിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിന് നേതൃത്വം നൽകിയിരുന്ന യൂത്ത് ലീഗ് നേതാവായിരുന്ന PK ഫിറോസിന്റെ സഹോദരനാണ് ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. ഇന്നലെ കോഴിക്കോട് കുന്നമംഗലത്ത് വച്ച് വാഹനം പരിശോധിക്കുമ്പോഴാണ് ബുജൈറിനെ പിടികൂടിയത്. ഇയാളിൽ നിന്നും കഞ്ചാവ് പൊതിയാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സിഗരറ്റ് അടക്കമുള്ളവയും പിടിച്ചെടുത്തു. വൻ ലഹരി വിതരണ ശൃംഖലയുടെ കണ്ണികൂടിയാണ് PK ബുജൈർ. ലഹരി കേസിൽ അറസ്റ്റിലായ റിയാസ് എന്ന വ്യക്തിയെ ചോദ്യം ചെയ്തതോടെയാണ് ബുജൈറിന്റെ ലഹരി സംഘവുമായുള്ള പങ്കും പോലീസിന് വ്യക്തമാകുന്നത്. പരിശോധനയിൽ ബുജൈറിൽ നിന്നും ലഹരി പിടിച്ചെടുത്തിട്ടില്ലെങ്കിലും ലഹരി സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെന്ന പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. റിയാസുമായുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും പോലീസ് ശേഖരിച്ചു. വാഹന പരിശോധനയ്ക്കിടെ സിവിൽ പോലീസ് ഓഫീസർ അജീഷിനെ ബുജൈർ ആക്രമിച്ചിരുന്നു. മുഖത്ത് അടിക്കുകയും തള്ളി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. നിലവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ബുജൈറിനെതിരെ പോലീസ് കേസെടുത്തത്. ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തതിനാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ കൂടുതൽ വകുപ്പുകളും ചുമത്തും. സഹോദരന്റെ ലഹരി ഇടപാടിൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി കൂടിയായ PK ഫിറോസ്
ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ജനം, കോഴിക്കോട്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലേക്കില്ല. അർജന്റീന ടീമും കേരളത്തിലേക്ക് വരില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡിസംബറിൽ ഇന്ത്യയിൽ എത്തുമെങ്കിലും ഷെഡ്യൂളിൽ കേരളമില്ല. ഒക്ടോബറിൽ വരുമെന്നായിരുന്നു ആദ്യ അറിയിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും എം നിഖിൽ കുമാർ ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് വിവരങ്ങൾ? വിഷ്ണു, ആദ്യം ഒക്ടോബർ മാസത്തിൽ അർജന്റീൻ ടീം കേരളത്തിലേക്ക് എത്തും. കേരളത്തിൽ ഒരു ഫുട്ബോൾ മത്സരം, സൗഹൃദ ഫുട്ബോൾ മത്സരം കളിക്കും എന്നാണ് കായിക മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. ഇതിന് പിന്നാലെ ആദ്യം ഈ വാർത്ത വന്നിരുന്നെങ്കിലും പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട കുറേ അധികം അനിശ്ചിതത്വങ്ങളുണ്ടായിരുന്നു. അതിന് പിന്നാലെ മന്ത്രിയുടെ ഓഫീസ് തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതായത് ഉറപ്പായും മെസ്സി കേരളത്തിലേക്ക് എത്തും എന്ന് മന്ത്രിയുടെ ഓഫീസ് തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സ്പോൺസർമാർ കൃത്യമായി മന്ത്രിയുടെ ഓഫീസ് പറഞ്ഞനുസരിച്ചിട്ട് സ്പോൺസർമാർ പണം അടച്ചു എന്ന് വരെ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ ഇപ്പോൾ വരുന്ന അനുസരിച്ചിട്ട് മെസ്സി എന്തായാലും കേരളത്തിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ചില ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ചില വാർത്താ ഏജൻസികൾ അത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഡിസംബർ മാസത്തിൽ മെസ്സിയും അർജന്റീൻ ടീമും ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് എന്നറിയുന്നു. 4 ദിവസം ഡിസംബർ 12, 13, 14, 15 തീയതികളിൽ അർജന്റീൻ ടീമും മെസ്സിയും ഇന്ത്യയിലുണ്ടാവും. പക്ഷേ കേരളത്തിലേക്ക് എത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ വരുന്നുണ്ട്. നേരത്തെ മന്ത്രിയുടെ ഓഫീസ് പറഞ്ഞനുസരിച്ചിട്ടാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ കേരളത്തിലേക്ക് എത്തും എന്നുള്ളതാണ് മന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇക്കാര്യം നടക്കില്ല. ഈ വർഷം എന്തായാലും മെസ്സിയും സംഘവും ഇന്ത്യയിലേക്കില്ല. കാരണം അർജന്റീൻ ടീമിൻ്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. ആ ഷെഡ്യൂളിൽ കേരളത്തിലേക്കില്ല. 4 പ്രധാനപ്പെട്ട നഗരങ്ങളിലാണ് അർജന്റീൻ ടീം എത്തുക. കൊൽക്കത്തയിൽ എത്തുന്ന ടീം അവിടെ നിന്ന് ഇന്ത്യൻ ടീമുമായിട്ട്, ഇന്ത്യയുടെ ഫുട്ബോൾ ടീമുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഒപ്പം അഹമ്മദാബാദ്, ന്യൂഡൽഹി, മുംബൈ നഗരങ്ങളിൽ പരിപാടികൾ ഉണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വാങ്കഡയിൽ ചില സൗഹൃദ മത്സരങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നറിയുന്നുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുമായി സംവദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒപ്പം ബോളിവുഡ് താരങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും 14-ാം തീയതി അർജന്റീൻ ടീമും മെസ്സിയും പങ്കെടുക്കുന്നുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ആ ഒരു വിവരങ്ങൾ പ്രകാരം ആണെങ്കിൽ അർജന്റീൻ ടീം കേരളത്തിലേക്കില്ല എന്നുള്ള തരത്തിൽ വിവരങ്ങൾ വരുന്നുണ്ട്. ഒപ്പം സ്പോൺസർമാർ 60 കോടിയോളം രൂപ അർജന്റീൻ ടീമിന്, അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷന് നൽകിയിട്ടുണ്ട്. ഈ മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഈ പണം അത് ഫെഡറേഷൻ തിരിച്ച് നൽകുന്ന കാര്യത്തിലും ഇപ്പോൾ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മെസ്സി കേരളത്തിലേക്ക് ഈ വർഷം എത്തില്ല എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണം ഏകദേശം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിഷ്ണു, ശരി. എം നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റിനെതിരെ കർശന നിലപാടുമായി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ. ജീവനക്കാരെ വിളിച്ചു വരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും സിൻഡിക്കേറ്റിന് അവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് പുറത്തിറക്കി. സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകുന്ന സമൻസുകൾക്കും നിർദ്ദേശങ്ങൾക്കും ജീവനക്കാർ മറുപടി നൽകേണ്ടെന്നും രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ പുറത്തിറക്കിയ നോട്ടീസിൽ പറയുന്നു. കേരള സർവകലാശാലയിലെ പരമാധികാരം തെളിയിക്കാനുള്ള നടപടികളാണ് മോഹനൻ കുന്നുമേൽ സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സിൻഡിക്കേറ്റിനെതിരെ ഔദ്യോഗികമായി തന്നെ നോട്ടീസ് ഇറക്കി. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സർവകലാശാലയുടെ ഭരണപ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് നോട്ടീസിൽ പറയുന്നത്. അംഗങ്ങൾ ഫയലുകൾ വിളിച്ചു വരുത്താൻ പാടില്ല. അംഗങ്ങൾ വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ മാത്രമേ അധികാരം പ്രയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ VCയുടെ അനുമതിയോട് കൂടി മാത്രമാകണം തീരുമാനമെടുക്കേണ്ടത്. യോഗത്തിന് പുറത്ത് പുറപ്പെടുവിക്കുന്ന തീരുമാനങ്ങൾ നിലനിൽക്കില്ല. അതിനാൽ തന്നെ ഇടതംഗങ്ങളുടെ സമൻസുകൾക്കും നിർദ്ദേശങ്ങൾക്കും ജീവനക്കാർ മറുപടി നൽകേണ്ട കാര്യമില്ലെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു. അത്തരത്തിൽ ഇടപെടലുകൾ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ VC അറിയിക്കണം. ഇടതംഗങ്ങൾ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചു എന്ന് കാട്ടി ജീവനക്കാർ നൽകിയ പരാതിയിലാണ് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പന്റെ നടപടി. വനിതാ ജീവനക്കാരോടക്കം ഇടതംഗങ്ങൾ മോശമായി പെരുമാറിയെന്നും ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു. വൈസ് ചാൻസലർക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനാണ് നോട്ടീസ് പുറപ്പെടുവിച്ചത്. വിഷയത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും പ്രതിരോധിക്കാനാണ് ഇടതംഗങ്ങളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം. കേരളം സമ്മാനിച്ചത് നല്ല ഓർമ്മകളാണെന്നും എക്കാലവും കേരളത്തിനോടും മലയാളികളോടും സ്നേഹം മാത്രമാണ് ഉള്ളതെന്നും മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാലയിലെ VC പ്രശ്നത്തിൽ ഇനി പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിയമപ്രകാരമുള്ള നടപടികൾ തുടരട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. We stopped just to say hello to you and to give you my best wishes. Very much. I have gone from Kerala, but Kerala will never go away from me. Yes, and I will come again. It will not be proper for me to make any comment. I only wish that we all respect law. No, tomorrow I'll go away. Yeah, thank you very much and all my best wishes to all of you. ഇടവേള.
നിങ്ങളുടെ മക്കൾക്ക് വിവാഹാലോചന നോക്കുന്നുണ്ടോ എങ്കിൽ ഈഴവ മാട്രിമോണിയിൽ സെർച്ച് ചെയ്യൂ. ഈഴവ മാട്രിമോണി ഒരു മികച്ച വിശ്വാസയോഗ്യമായ പ്ലാറ്റ്ഫോമാണ്. डाउनलोड ईड़वा मैट्रिमोनी ऐप. उत्तर प्रदेश सरकार की सक्रिय भागीदारी से यूपी के विकास का सपना अब साकार होता दिख रहा है. ट्रांसफॉर्मेशन या बदलाव, यही स्पीड आपके विकसित भारत के इस विकसित उत्तर प्रदेश की नई पहचान है. വികസനത്തിന്റെ UP മോഡൽ, വികസനത്തിന്റെ യോഗി മോഡൽ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ UP കുതിപ്പ് കണ്ടറിയാം. വികസനം നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ എക്സ്പ്രസ് വേകൾ, വിമാനത്താവളങ്ങൾ, മെട്രോ പദ്ധതികൾ എന്നിവയിലൂടെ മെച്ചപ്പെട്ട കണക്ടിവിറ്റി. ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേ, ആഗ്ര ലഖ്നൗ എക്സ്പ്രസ് വേ, പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ, ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേ, ഗംഗ എക്സ്പ്രസ് വേ. UP എന്ന മെട്രോ നഗരം. ലഖ്നൗ മെട്രോ, ആഗ്ര മെട്രോ, കാൺപൂർ മെട്രോ, ഡൽഹി വാരാണസി ഹൈസ്പീഡ് റെയിൽ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി, രാജ്യത്തെ ആദ്യത്തെ RRTS ഇടനാഴി, ഡൽഹി മീററ്റ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. എയർ കണക്ടിവിറ്റിക്ക് നോയിഡ അയോധ്യ എയർപോർട്ട്, ഗ്രേറ്റർ നോയിഡ ഫിലിം സിറ്റി, പുതിയ വ്യാവസായിക നഗരം ബീഡ അഥവാ ബുന്ദേൽഖണ്ഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റി. ഏതൊരു വികസിത രാജ്യത്തോടും കിടപിടിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനം. കാർഷിക സംസ്ഥാനം മാത്രമായിരുന്ന, യാതൊരു വികസനവും എത്തിനോക്കാതിരുന്ന UP മാറ്റിമറിക്കപ്പെട്ടു യോഗി സർക്കാരിന് കീഴിൽ. $1 ട്രില്യൺ ഇക്കോണമിയിലേക്ക് കുതിക്കുന്ന UPക്ക് പറയാനുള്ള കഥ ദീർഘവീക്ഷണമുള്ള ഈ രാഷ്ട്രതന്ത്രജ്ഞന്റേതാണ്, യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയുടെ. Warrior Shirts and Maurya Vastra Ethnic Collections. Warrior, for the warriors of life. വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. 7 ജില്ലകൾക്ക് തീവ്ര മഴ മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് മറ്റ് മഴ മുന്നറിയിപ്പുകൾ? വിഷ്ണു, സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ 7 ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. സാമാന്യമായി പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം മഴ ശക്തമായി പെയ്യുന്നതും അതോടൊപ്പം തന്നെ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതും തെക്കൻ കേരളത്തിലാണ്. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലും അടുത്ത 4 ദിവസവും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് പറയുന്നത്. നാളെ 6 ദിവസവും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതിശക്തമായ കാറ്റിനും അതോടൊപ്പം ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കാലയളവിൽ ശക്തമായ കാറ്റ് ഉള്ള സാഹചര്യത്തിൽ കടലിൽ ഇറങ്ങുന്നതിന് ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിവിധ ജില്ലകളിൽ, അതായത് മഴ മുന്നറിയിപ്പ് നിൽക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ, അതായത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകൾക്കടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ സാധ്യതാ മുന്നറിയിപ്പുള്ള ജില്ലകളിലെല്ലാം ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. അതോടൊപ്പം തന്നെ അതത് പ്രാദേശിക ഭരണകൂടങ്ങൾ നൽകുന്ന, ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നതടക്കമാണ് നിർദ്ദേശമുണ്ട്. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇന്ന് പ്രധാനമായും അതിശക്ത മഴ ഉള്ളത് തെക്കൻ കേരളത്തിലാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാലവർഷം ശക്തി പ്രാപിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇടയ്ക്ക് നിന്നും പിന്നീട് വീണ്ടും തുടർന്നും അങ്ങനെ ശക്തി പ്രാപിക്കുന്നൊരു സാഹചര്യമാണ് നേരത്തെയും നിലനിന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ വടക്കൻ കേരളത്തിൽ, അതായത് മലബാർ മേഖലകളിലായിരുന്നു മഴ ശക്തമായി പെയ്തതെങ്കിൽ ഇന്ന് തെക്കൻ കേരളത്തിലേക്ക് അത് മാറുന്നൊരു സാഹചര്യവും നമുക്ക് മുന്നറിയിപ്പിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്താകെ മഴ
മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തെക്കൻ കേരളത്തിലാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്കാണ്. വിഷ്ണു. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. പാർട്ടി തന്നെ തെക്കോട്ടും വടക്കോട്ടും പോവാൻ പറയുന്നുവെന്ന പരിഭവവുമായി കെ മുരളീധരൻ. വട്ടിയൂർക്കാവിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാമായിരുന്നുവെന്നും കോൺഗ്രസ് മുതിർന്ന നേതാവ് പറയുന്നു. എൻ ഷംസുദ്ദീൻ MLA മണ്ണാർക്കാട്ട് ഹാട്രിക് വിജയം നേടിയത് സംബന്ധിച്ചുള്ള പരാമർശത്തിനിടയിലാണ് മുരളീധരന്റെ തന്റെ സങ്കടം പറച്ചിൽ. അദ്ദേഹത്തിന്റെ പാർട്ടിയും സഹായിച്ചിട്ടുണ്ട്. അവിടെ തന്നെ സ്ഥാനാർത്ഥിയായി. എന്നോടൊക്കെ ചിലപ്പോൾ എൻ്റെ പാർട്ടി വടക്കോട്ട് പോകാൻ പറയും, ചിലപ്പോൾ തെക്കോട്ട് പോകും. അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ വട്ടിയൂർക്കാവിൽ തന്നെ ഇപ്പോൾ കുഴപ്പത്തിലാണ് പോകുന്നത്. അപ്പോൾ അതെ, മറ്റൊന്നുമല്ല, അതൊരു സൗകര്യം തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വത്തിനോട് തന്നെ ഇതൊരു പരോക്ഷ വിമർശനമായി തന്നെയല്ലേ കെ മുരളീധരൻ ഉന്നയിക്കുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ കെ മുരളീധരനെ എപ്പോഴും പലയിടത്തായിട്ട് വടകരയിലാണെങ്കിലും പിന്നീട് തൃശ്ശൂരിലാണെങ്കിലും വട്ടിയൂർക്കാവിലാണെങ്കിലും വിവിധ ഇടങ്ങളിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന ഒരു നിലപാടായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു പരിഭവമാണ് ഇപ്പോൾ അതായത് കെ മുരളീധരൻ പരസ്യമായിട്ട് നേതൃത്വത്തോട് എന്നോണം തുറന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് മുരളീധരൻ ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാട് എൻ ഷംസുദ്ദീന്റെ ഒരു പരിപാടിയിലാണ്. എൻ ഷംസുദ്ദീൻ MLA ഒരു പരിപാടിയിലാണ് ഇത്തരമൊരു പരിഭവം പറഞ്ഞിരിക്കുന്നത്. ഷംസുദ്ദീൻ 3 തവണ ഈ മണ്ണാർക്കാട് നിന്ന് വിജയിക്കുകയുണ്ടായി. പക്ഷെ തന്നെ ഇങ്ങനെ പാർട്ടി തെക്കോട്ടും വടക്കോട്ടും ഒക്കെ തട്ടുകയായിരുന്നു എന്ന തരത്തിലുള്ള പരിഭവമാണ് അറിയുന്നത്. വട്ടിയൂർക്കാവിൽ തന്നെ നിന്നതാണെങ്കിൽ തനിക്ക് ഒരു മണ്ഡലം കൃത്യമായിട്ട് തന്നെ വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ പലയിടത്തായിട്ട് ഇങ്ങനെ തട്ടപ്പോൾ ജനങ്ങൾക്ക് ഏതായാലും മുരളീധരനെയും അടുക്കുന്നു എന്നുള്ളത് മുരളീധരന് തന്നെ ബോധ്യമായിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തൃശ്ശൂരിൽ TN പ്രതാപനെ മാറ്റിയതിനു ശേഷം വലിയ രീതിയിൽ കെ മുരളീധരനെ കൊണ്ടുവന്ന കോൺഗ്രസ് വലിയ പാർട്ടിക്ക് സൈക്രിയ നടത്തുകയാണ്. പക്ഷെ നമ്മൾ കണ്ടതാണ് ദയനീയമായിട്ട് കെ മുരളീധരൻ തോൽക്കുന്ന 3ാം സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെ പാർട്ടി ഇങ്ങനെ തന്നെ പലയിടത്ത് മാറ്റി മാറ്റി മത്സരിപ്പിക്കുന്നത് ജനങ്ങൾക്ക് മടുപ്പുണ്ടാക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിഭവം പാർട്ടിയിൽ കൂടെയാണ് ഇത് എന്നുള്ള തരത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പാലക്കാട് മണ്ണാർക്കാടാണ് മുരളീധരൻ ഇങ്ങനെ ഒരു പരിഭവം പാർട്ടി നടത്തിയിരിക്കുന്നത്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ചുണ്ടയിൽ ആനപ്പാറ പക്കാളിപ്പള്ളത്ത് പാലം അപകടാവസ്ഥയിൽ. ജീവൻ പണയം വെച്ചുകൊണ്ടാണ് നാട്ടുകാർ ഇതുവഴി യാത്ര ചെയ്യുന്നത്. അടിയന്തരമായി പാലം പുനർനിർമ്മിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. 2018 പ്രളയത്തിലാണ് പക്കാളിപ്പള്ളത്തെ ഈ പാലം ഇടിഞ്ഞുപോയത്. 4 വർഷം മുൻപാണ് നാട്ടുകാരുടെ ദുരിതയാത്ര കണ്ട സമീപത്തെ ആശ്രമം താൽക്കാലിക പാലം നിർമ്മിച്ചത്. മഴ ശക്തമായതോടെ പാലത്തിന്റെ അടിഭാഗം വീണ്ടും ഇടിഞ്ഞു തുടങ്ങി. ശേഷിക്കുന്നവ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഭയങ്കര മഴ പെയ്ത ഭയങ്കര ബുദ്ധിമുട്ട്, കുട്ടികൾക്ക് പെട്ടെന്നൊരു അസുഖങ്ങളൊക്കെ വന്നു പോകുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കഴിയുന്നതും കഴിഞ്ഞ പ്രാവശ്യം ഇത് കൊന്നു നോക്കിപ്പോയാൽ എനിക്കൊന്ന് വരുത്തായി. വലിയ വാഹനങ്ങൾക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയാത്തത് മൂലം നാട്ടുകാരും ദുരിതത്തിലാണ്. കുട്ടികളുടെ സ്കൂൾ ബസ് അടക്കം 1 കിലോമീറ്ററോളം ദൂരം നടന്നു വേണം കൊണ്ടുവിടാൻ. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടിയ നാട്ടുകാർ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. ആശുപത്രി കേസിന് പോലും റോഡിന്റെ ശോചനീയാവസ്ഥ കൊണ്ട് വാഹനങ്ങൾ പോലും ഇവിടേക്ക് എത്തുന്നില്ലെന്നാണ് പരാതി. പഞ്ചായത്തുകാർ വന്നു നോക്കും പോകും.